ലോകത്തിലെ ആകെ കടം ഇപ്പോൾ $313 ട്രില്യൺ. ആഗോള GDP-യുടെ ഏകദേശം 330% വരും ഈ തുക. ഈ ഭീമമായ സംഖ്യ കേവലം ഒരു സാമ്പത്തിക പ്രതിസന്ധിയല്ല, അതൊരു നിയന്ത്രണ സംവിധാനമാണ്. ലോകത്തിലെ 190-ലധികം പരമാധികാര രാജ്യങ്ങളിൽ ഭൂരിഭാഗവും തങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നത് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ താല്പര്യപ്രകാരമല്ല, മറിച്ച് വാഷിംഗ്ടൺ DC-യിലെയും ജനീവയിലെയും ചില കോൺഫറൻസ് റൂമുകളിലിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. IMF, വേൾഡ് ബാങ്ക്, വേൾഡ് എക്കണോമിക് ഫോറം എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇവ കേവലം സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസികളാണെന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ 16.5% വോട്ടിംഗ് അധികാരമുണ്ട്. നിർണായക തീരുമാനങ്ങൾക്ക് 85% ഭൂരിപക്ഷം ആവശ്യമുള്ള ഒരു സിസ്റ്റത്തിൽ ഈ 16.5% എന്നത് ഒരു വ്യക്തമായ വീറ്റോ പവറാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം എന്നത് ആ രാജ്യത്തിന്റെ കറൻസിയുടെയും സാമ്പത്തിക നയങ്ങളുടെയും മേലുള്ള നിയന്ത്രണമാണ്. നിങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ്? യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക ഭാഷ്യം വളരെ യുക്തിഭദ്രമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ബ്രെട്ടൻ വുഡ്സ് സ്ഥാപനങ്ങളായ IMF-ഉം ലോകബാങ്കും ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു രാജ്യം ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി നേരിടുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് അവർക്ക് കടം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവസാന ആശ്രയം എന്ന നിലയിലാണ് IMF ഇടപെടുന്നത്. അവരുടെ എക്സ്റ്റൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി പോലുള്ള പ്രോഗ്രാമുകൾ വഴി സാമ്പത്തിക സഹായം നൽകിയ ഒരു രാജ്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് ഔദ്യോഗിക വാദം. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ലോകബാങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. അവരുടെ ഡെവലപ്മെന്റ് പോളിസി ഫിനാൻസിംഗ് മുഖേന വികസ്വര രാജ്യങ്ങൾക്ക് മൂലധനം നൽകുകയും ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. മറുവശത്ത് വേൾഡ് എക്കണോമിക് ഫോറം പോലെയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റുകളെയും വൻകിട കോർപ്പറേറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നു. സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം, ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ ആകർഷകമായ ആശയങ്ങളിലൂടെ ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ സമീപനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടിണി മാറ്റുക, സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക, ആഗോള സഹകരണം ഉറപ്പാക്കുക, ഇതാണ് അവർ ജനങ്ങൾക്ക് നൽകുന്ന ഔദ്യോഗിക ചിത്രം. തികച്ചും യുക്തിസഹമായ, ആർക്കും എതിർക്കാൻ കഴിയാത്ത ഒരു നരേറ്റീവ്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഒരു രാജ്യത്തിന് ഒരു വോട്ട് എന്നതാണ് നിയമം. എന്നാൽ IMF-ലും ലോകബാങ്കിലും ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. അവിടെ തീരുമാനമെടുക്കുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനെ ജിയോ പൊളിറ്റിക്കൽ അസിമെട്രി അല്ലെങ്കിൽ സമ്പത്ത് അടിസ്ഥാനമാക്കിയുള്ള വോട്ടിംഗ് ഘടന എന്ന് വിളിക്കാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ നിർണായക തീരുമാനങ്ങൾക്ക് 85% വോട്ട് ആവശ്യമുള്ളപ്പോൾ അമേരിക്കയുടെ 16.5% വോട്ട് എന്നത് ഘടനാപരമായ ഒരു വീറ്റോ അധികാരമാണ്. അതായത് അമേരിക്കൻ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും IMF-ൽ പാസ്സാക്കാൻ കഴിയില്ല. ഈ സ്ഥാപനങ്ങൾ സാമ്പത്തിക സഹായം നൽകുന്നത് സൗജന്യമായല്ല. മാക്രോ എക്കണോമിക് പോളിസി കണ്ടീഷണാലിറ്റി എന്നൊരു വ്യവസ്ഥയുണ്ട്. പണം ലഭിക്കണമെങ്കിൽ രാജ്യം കടുത്ത ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക, സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക, ലേബർ മാർക്കറ്റുകൾ ഡീറെഗുലേറ്റ് ചെയ്യുക, സ്വന്തം കറൻസിയുടെ മൂല്യം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന നിബന്ധനകൾ. 2018-ൽ അർജന്റീനയ്ക്ക് ലഭിച്ച $44 ബില്യൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ IMF ലോൺ നോക്കുക. ഈ നിബന്ധനകൾ പാലിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അർജന്റീനയിലെ ഇന്നത്തെ പണപ്പെരുപ്പം 250% മുകളിലാണ്. പ്രതിസന്ധി പരിഹരിക്കുകയല്ല, മറിച്ച് സാമ്പത്തിക പരമാധികാരം അന്താരാഷ്ട്ര ടെക്നോക്രാറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രക്രിയയാണിത്. സഹായം എന്ന പേരിൽ അവർ നൽകുന്നത് സാമ്പത്തിക അടിമത്തത്തിന്റെ കൃത്യമായ ഗണിതശാസ്ത്ര രൂപരേഖയാണ്. ഈ സിസ്റ്റം എങ്ങനെയാണ് സ്വന്തം ഭാരത്താൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നിലവിൽ ആഗോള സൗത്ത് വലിയൊരു കടക്കണിയിലാണ്. ഒരു വശത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊജക്ഷനുകളും മറുവശത്ത് യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം ഭയാനകമാംവിധം വർദ്ധിച്ചിരിക്കുന്നു. ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക തകർച്ചകൾ ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. 2022-ൽ ശ്രീലങ്ക കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ അവരുടെ കടം GDP-യുടെ 128%-ലെത്തിയിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ IMF $2.9 ബില്യൺ ബെയിൽ ഔട്ട് പാക്കേജ് പ്രഖ്യാപിച്ചു. എന്നാൽ അതിനായി ശ്രീലങ്ക നടപ്പിലാക്കേണ്ടി വന്നത് കടുത്ത സാമ്പത്തിക സങ്കോച നടപടികളാണ്. നികുതികൾ കുത്തനെ വർദ്ധിപ്പിച്ചു. അവശ്യ സാധനങ്ങളുടെ വില ആകാശത്തെത്തി. പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിൽ 23 തവണയാണ് IMF-നെ സമീപിച്ചിട്ടുള്ളത്. ഓരോ തവണയും അവർ ഡെറ്റ് സസ്റ്റൈനബിലിറ്റി അനാലിസിസ് എന്ന പേരിൽ പുതിയ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കടത്തിന്റെ അളവ് വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വികസ്വര രാജ്യങ്ങളിലെ കടം തിരിച്ചടവ് 2000-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും തങ്ങളുടെ കയറ്റുമതി വരുമാനത്തിന്റെ 10% മുതൽ 15% വരെ കടത്തിന്റെ പലിശ അടയ്ക്കാൻ മാത്രമായി മാറ്റിവെക്കാൻ നിർബന്ധിതരാകുന്നു. സോവറിൻ ഡെറ്റ് റീസ്ട്രക്ചറിംഗ് അഥവാ കടം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയയിൽ IMF ആണ് പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നത്.
കോമൺ ഫ്രെയിംവർക്ക് പോലുള്ള സംവിധാനങ്ങളിലൂടെ വായ്പ നൽകിയവർക്ക് എത്ര ശതമാനം നഷ്ടം സഹിക്കാമെന്നും കടം വാങ്ങിയ രാജ്യം എത്രത്തോളം സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും തീരുമാനിക്കുന്നത് ഇവരാണ്. എന്നാൽ ഈ പ്രക്രിയ പലപ്പോഴും രാജ്യങ്ങളെ അനന്തമായൊരു ആശ്രിതത്വ സൈക്കിളിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ കടം വാങ്ങുന്നു, ആ കടം തിരിച്ചടയ്ക്കാൻ വീണ്ടും കടം വാങ്ങുന്നു. സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നിരന്തരമായി ചൂഷണം സാധ്യമാക്കുന്ന രീതിയിലാണ്. അവരുടെ ശേഷിയും യഥാർത്ഥ ആവശ്യവും തമ്മിലുള്ള വിടവ് നികത്താനാവാത്ത വിധം വലുതായിരിക്കുന്നു. മൂലധനം എവിടെ നിന്ന് വരുന്നു, റിസ്ക് ആരേറ്റെടുക്കുന്നു, ലാഭം ആർക്കാണ് ലഭിക്കുന്നത് എന്നതിന്റെ ഗണിതം പരിശോധിക്കാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ സ്വാധീനം അവരുടെ സ്വന്തം ബാലൻസ് ഷീറ്റുകളിൽ ഒതുങ്ങുന്നില്ല. മാർക്കറ്റ് സിഗ്നലിംഗ് അഥവാ വിപണിക്ക് നൽകുന്ന സൂചനകളാണ് ഇവിടെ പ്രധാന ആയുധം. ഒരു രാജ്യത്തിന് സജീവമായ ഒരു IMF പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനുള്ള ഒരു സീൽ ഓഫ് അപ്രൂവലായി കണക്കാക്കപ്പെടുന്നു. ഇത് സ്വകാര്യ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സോവറിൻ ബോണ്ട് ഈൽഡുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് IMFന്റെ ആർട്ടിക്കിൾ 4 കൺസൾട്ടേഷൻ റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. നിമിഷ നേരം കൊണ്ട് വിദേശ മൂലധനം രാജ്യത്ത് നിന്ന് പിൻവലിക്കപ്പെടുന്നു. മൂഡീസ് അല്ലെങ്കിൽ S&P പോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ രാജ്യത്തിന്റെ റേറ്റിംഗ് കുറയ്ക്കുന്നു. ഇത് കറൻസിയുടെ മൂല്യത്തകർച്ചയ്ക്കും സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകുന്നു. ഈ രീതിയിൽ അന്താരാഷ്ട്ര മൂലധന വിപണിയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ പ്രവേശനത്തെ നിയന്ത്രിക്കാനുള്ള പരോക്ഷമായ എന്നാൽ അതിശക്തമായ അധികാരം ഈ സ്ഥാപനങ്ങൾക്കുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറം അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. അവർ മൂലധനത്തെക്കാൾ ഉപരിയായി എലീറ്റ് നെറ്റ്വർക്കുകളെയാണ് ഉപയോഗിക്കുന്നത്. ഡാവോസ് ഉച്ചകോടി പോലുള്ള വേദികളിൽ ലോക നേതാക്കളും സെൻട്രൽ ബാങ്ക് ഗവർണർമാരും മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് തലവന്മാരും ഒത്തുചേരുന്നു. ഇവിടെ നടക്കുന്ന അനൌദ്യോഗിക ചർച്ചകളിലൂടെയും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകളിലൂടെയും രാജ്യങ്ങളുടെ ആഭ്യന്തര ജനാധിപത്യ പ്രക്രിയകളെയും റെഗുലേറ്ററി സിസ്റ്റങ്ങളെയും മറികടന്ന് ആഗോള പോളിസികൾ തീരുമാനിക്കപ്പെടുന്നു. നോർമേറ്റീവ് അജണ്ട സെറ്റിംഗ് മുഖേന ഏത് തരത്തിലുള്ള സാമ്പത്തിക ചിന്തകളാണ് സ്വീകാര്യമെന്ന് അവർ നിർവചിക്കുന്നു. നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് ഈ എലീറ്റ് കൺസെൻസസ് തീരുമാനിച്ചുറപ്പിക്കുന്നു. സിസ്റ്റത്തിൽ കോർപ്പറേറ്റുകൾ ലാഭം കൊയ്യുന്നു, ബാങ്കുകൾ പലിശ നേടുന്നു. എന്നാൽ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കും കടബാധ്യതയും പൂർണ്ണമായും പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നു. ഇതൊരു പുതിയ പ്രതിഭാസമല്ല, ഇതൊരു കൃത്യമായ പാറ്റേൺ ആണ്. 1997 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി പരിശോധിച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വഭാവം വ്യക്തമാകും. അന്ന് തായ്ലൻഡ്, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് IMF നിർദ്ദേശിച്ച അതേ പരിഹാര മാർഗങ്ങൾ തന്നെയാണ് ഇന്ന് ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും നൽകുന്നത്. പൊതുചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, പലിശ നിരക്ക് കുത്തനെ ഉയർത്തുക, വിദേശ മൂലധനത്തിനായി ആഭ്യന്തര വിപണികൾ തുറന്നിടുക. ഇതിന്റെ ഫലമായി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ തകരുകയും വിദേശ നിക്ഷേപകർക്ക് തുച്ഛമായ വിലയിൽ രാജ്യത്തിന്റെ ആസ്തികൾ സ്വന്തമാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഈ രീതിശാസ്ത്രം മാറുന്നില്ല, കാരണം ഇത് സിസ്റ്റത്തിലെ ഒരു പിഴവല്ല, മറിച്ച് ഇതിന്റെ അടിസ്ഥാന രൂപകൽപ്പന തന്നെയാണ്. ടെക്നോക്രാറ്റിക് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന പേരിൽ ലോകബാങ്കും IMFും നൽകുന്ന സാങ്കേതിക സഹായങ്ങൾ ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. IMFന്റെ സ്പെഷ്യൽ ഡേറ്റ ഡിസമിനേഷൻ സ്റ്റാൻഡേർഡ് പോലുള്ള ഡേറ്റ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയകൾ വികസ്വര രാജ്യങ്ങളെ നിർബന്ധിതമായി പാശ്ചാത്യ അക്കൗണ്ടിംഗ് രീതികളിലേക്കും റിസ്ക് അസസ്മെന്റ് സിസ്റ്റങ്ങളിലേക്കും മാറ്റുന്നു. രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഘടനയെ ഉള്ളിൽ നിന്ന് തന്നെ തങ്ങൾക്ക് അനുകൂലമായി പുനർനിർമ്മിക്കുന്ന സൂക്ഷ്മമായൊരു പ്രക്രിയയാണിത്. ഭരണകൂടങ്ങൾ മാറാം, പക്ഷേ സാമ്പത്തിക നയങ്ങൾ ഈ പാറ്റേണിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്നില്ല. ഈ മാക്രോ ലെവൽ പോളിസികൾ സാധാരണ മനുഷ്യന്റെ മൈക്രോ റിയാലിറ്റിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ ഡേറ്റ തികച്ചും വിനാശകരമാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നാം വിലയിരുത്തേണ്ടതുണ്ട്. IMFന്റെയും ലോകബാങ്കിന്റെയും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റുകൾ കടലാസിൽ മികച്ചതായി തോന്നാമെങ്കിലും ഭൂമിശാസ്ത്രപരമായി അവ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഡേറ്റ വ്യക്തമാക്കുന്നത് ഇതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇടപെടലുകൾക്ക് ശേഷം മിക്ക രാജ്യങ്ങളിലും മൊത്തം വേതന വിഹിതം കുത്തനെ ഇടിയുന്നു. യൂണിയൻ സെൻസിറ്റി ദുർബലമാകുന്നു, അതായത് തൊഴിലാളികളുടെ വിലപേശൽ ശേഷി ഇല്ലാതാകുന്നു. ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന സാങ്കേതിക പദത്തിന്റെ അർത്ഥം പൊതുജനാരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള സർക്കാർ ചെലവാക്കലുകൾ വെട്ടിക്കുറയ്ക്കുക എന്നതാണ്. സബ്സിഡികൾ ഇല്ലാതാകുമ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഈ സമയത്ത് തന്നെ സമ്പത്ത് മുകളിലത്തെ 1% അതിവേഗം കേന്ദ്രീകരിക്കപ്പെടുന്നു. WEF പ്രോത്സാഹിപ്പിക്കുന്ന സാങ്കേതിക വിതരണങ്ങളും കൃത്യമായി ഈ അസമത്വം വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ആഗോള സംയോജനം എന്നതൊരു രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് പകരം ആഭ്യന്തര അസമത്വം രൂക്ഷമാക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നതാണ് നാം കാണുന്നത്. നമ്പറുകൾക്ക് വികാരങ്ങളില്ല, അവ കൃത്യമായി വരച്ചു കാട്ടുന്നത് സമ്പത്തിന്റെ ഒരു വൺ വേ ട്രാൻസ്ഫർ മാത്രമാണ്. നിങ്ങൾ സാമ്പത്തിക ഡേറ്റകൾ നിരീക്ഷിക്കുന്ന ആളാണെങ്കിൽ വികാരങ്ങളെ മാറ്റിവെച്ച് ഈ 4 മെട്രിക്കുകൾ ശ്രദ്ധിക്കുക. 1. സോവറിൻ ബോണ്ട് സ്പ്രെഡ് ഈൽഡുകൾ. ഇത് വിപണി നിങ്ങളുടെ രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാക്കും. 2. ഡെറ്റ് ടു GDP ട്രാജക്ടറി, പ്രത്യേകിച്ച് അതിലെ ഫോറിൻ കറൻസി ഡെറ്റ് ശതമാനം. ഇനി 3. പൊതുചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ തോതും അതിന് ആനുപാതികമായി വർദ്ധിക്കുന്ന കോർപ്പറേറ്റ് ലാഭവിഹിതവും. 4. സെൻട്രൽ ബാങ്കുകളുടെ സ്വതന്ത്ര സൂചികകളും അവയ്ക്കുമേൽ IMF ആർട്ടിക്കിൾ 4 റിപ്പോർട്ടുകൾ ചെലുത്തുന്ന സ്വാധീനവും. ഈ ഡേറ്റകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും.
ആരും നിങ്ങളെ രക്ഷിക്കാൻ വരുന്നില്ല. അവർക്ക് നിങ്ങളുടെ ഭൂമിയോ വിഭവങ്ങളെയോ ഭൗതികമായ ഉടമസ്ഥാവകാശമോ ആവശ്യമില്ല. അവയുടെ മൂല്യം നിശ്ചയിക്കുന്ന സ്പ്രെഡ്ഷീറ്റുകളുടെ നിയന്ത്രണം മാത്രം മതി.